എൻ്റെ ഇന്നലത്തെ ലഞ്ച് പ്രിപ്പ് വീഡിയോയിൽ സാമ്പാർ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് രണ്ടുപേർ എന്നോട് അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. പിന്നെ എൻ്റെ കയ്യിൽ ആ വീഡിയോസ് എല്ലാം ക്ലിയർ ആയിട്ടുള്ളതുകൊണ്ട് ഇന്ന് നമുക്ക് ആ തട്ടിക്കൂട്ട് സാമ്പാറിൻ്റെ റെസിപ്പി കാണാം. ഇതെൻ്റെ മോളുടെ കൈയാണ് കേട്ടോ. ഞാൻ വീഡിയോസ് എടുക്കുന്ന ഒരു സ്റ്റൈൽ കണ്ടിട്ട് അവളൊന്ന് ചെയ്തു നോക്കിയതാണ്. ആദ്യം ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി നമ്മൾ ഏതിലാണോ സാമ്പാർ ഉണ്ടാക്കുന്നത് ആ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് സാമ്പാർ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. പിന്നെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒഴിച്ചുകൂടാനാവാത്ത ചില ഐറ്റംസ് ഉണ്ട്. അതിപ്പോൾ എത്ര തട്ടിക്കൂട്ടാണെങ്കിലും അത് നിർബന്ധമാണ് കേട്ടോ. അതായത് പരിപ്പ്, തക്കാളി, പച്ചമുളക് ഇവ കൂടാതെ വലിയുള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇവ നാലും ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ കിടന്ന് തിളക്കട്ടെ. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പരിപ്പുള്ളതല്ലേ, അടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ സാമ്പാറിൽ അതില്ല, ഇതില്ല, മുരിങ്ങാക്കായ ഇല്ലാത്ത സാമ്പാർ എന്ത് സാമ്പാറാണ് അങ്ങനെയൊന്നും ചോദിക്കരുത് കേട്ടോ. കാരണം ഇത് കയ്യിലുള്ളത് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. മുരിങ്ങാക്കായൊക്കെ ഇട്ടിട്ടും ഞാൻ സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. പിന്നെ പൊതുവേ എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് ആർക്കും മുരിങ്ങാക്കായ ഇഷ്ടമല്ല. അത് കഴിക്കൽ ഇപ്പയും അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിലുള്ളൂ ഞാൻ മുരിങ്ങാക്കായൊക്കെ ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കറക്റ്റ് വേവായി കഴിഞ്ഞാൽ നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളിയിട്ട് ഒന്ന് തിളച്ച് വന്നാൽ നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാ വെജിറ്റബിൾസും വെന്തിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക ഇത്രയും വേവുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം. ചട്ടി ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉലുവ, കറിവേപ്പില, വറ്റൽമുളക് പൊടികളായിട്ട് കായപ്പൊടി, സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, കശ്മീരി മുളക് പൊടി ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളിട്ടാൽ കറുത്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ കളറും മാറും, ടേസ്റ്റിലും വ്യത്യാസം വരും. അപ്പോൾ ഇതാണ് എൻ്റെ തട്ടിക്കൂട്ട് സാമ്പാറിൻ്റെ റെസിപ്പി. ഈ സെയിം റെസിപ്പി നമുക്ക് കുക്കറിലും ചെയ്യാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ. ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാനൊരു പെർഫെക്റ്റ് സാമ്പാർ കാണിക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ.